ടു മൈ യൂട്യൂബ് ചാനൽ. ആമി നമ്മൾ എവിടേക്ക് പോണേ? ബാഗ് മേടിക്കാനാ? ആർക്ക്? ആമിക്കാ? എന്തിനാ? സ്കൂളിൽ പോവാനാ? ഗൈസ്, ആമിക്കുട്ടി പ്രവേശനോത്സവമാണ് കേട്ടോ, മെയ് 30 അങ്ങനെ ആമിക്കുട്ടിക്ക് 3 വയസ്സായി. ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ അംഗനവാടി പോവാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് പർച്ചേസിങ് ഉണ്ട്. അപ്പൊ നൈറ്റ് ആണ് കേട്ടോ ഇപ്പോൾ പോണത്. ഏട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അപ്പോഴാണ് നമുക്ക് ടൈം കിട്ടുക. അപ്പൊ നമ്മളിതാ ഇറങ്ങാണ്. കുറച്ച് ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലേ ആമിക്കുട്ടിക്ക്? അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് കണ്ടാലോ? കാണാ? ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് പുതിയ വർഷം സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പോവാം, നമുക്ക് പോവാം. അങ്ങനെ നമ്മളൊരു 9:30-10 മണിയൊക്കെ ആവാറായിട്ടോ ദുബായ് ഷോറൂമിൽ എത്തിയതും ആമിക്കുട്ടിക്ക് ഈശ്വര എന്താ എടുക്കണ്ടേ, ഏതൊക്കെ എടുക്കണ്ടേ, ഏതാ മേടിക്കണ്ടെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കുറോമിയുടെ ബാഗായിരുന്നു. കാർട്ടൂണൊന്നും ഇവൾ അങ്ങനെ കാണലില്ല. ആകെ കാണുന്നത് ഹൈഡിയുടെ കാർട്ടൂൺ മാത്രം അവൾ കാണൽ. പക്ഷേ ഹൈഡിയുടെ ഒന്നും ബാഗൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പിക്ക് വെച്ചിട്ടുള്ളതൊന്നും. അപ്പോൾ കുറോമിയുടെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ടിഫിൻ ബോക്സ് എന്ന് പറയുമ്പോൾ അവൾക്ക് ഉപ്മാവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ് മേടിച്ച്. സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ മേടിച്ചത്. പിന്നെ വാട്ടർ ബോട്ടിൽ മേടിച്ചു, പെൻസില്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ ബാഗ് വന്നിട്ട്. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിച്ചു. അത് ഫാൻസി ഐറ്റംസിൽ മേടിക്കാൻ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ്, ഇതാണ് കേട്ടോ അവളുടെ ടിഫിൻ ബോക്സ്. ലഞ്ച് ഇത് വന്നിട്ട് ഉപ്മാവ് കൊണ്ടുപോകേണ്ട പാത്രം വന്നിട്ട് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ മേടിച്ചത്. കുപ്പി വന്നിട്ട് ഏട്ടൻ്റെ സെലക്ഷനാണ് കേട്ടോ. പിങ്ക് കിട്ടിയില്ല. പിങ്ക് എനിക്ക് കിട്ടി, എനിക്കിഷ്ടമായി, പക്ഷേ അത് ഏട്ടന് ഇഷ്ടമായില്ല. ഒരു ചെരുപ്പ് മേടിച്ചിട്ട് നല്ല രസമുണ്ട് ചെരുപ്പ് കാണാനായിട്ട്. മറ്റേ വാട്ടർ പ്രൂഫാണ്, വെള്ളത്തിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയ ടൈപ്പ്. നമ്മുടെ ക്രോക്സ് ഉണ്ടല്ലോ, ആ ഒരു മോഡൽ വേറെ ടൈപ്പാണ് കേട്ടോ. പിന്നെ തലയിലിടുന്ന ക്ലിപ്പ് മേടിച്ച്. പിന്നെ ആമിക്കുട്ടിക്ക് ഉള്ളിലിടണേന് പാവാടയ്ക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നഴ്സറി പോകുമ്പോൾ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇന്നവേഴ്സ് മേടിച്ച്. പിന്നെ വള മേടിച്ചു. പിന്നെ അവൾക്ക് ഇങ്ങനെ പിരിക് എഴുതാൻ വേണ്ടിയിട്ടുള്ള പിരികും കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഡാസിലറിൻ്റെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചത് മാലയാണ് കേട്ടോ. ആ മാലയുടെ പണിക്കുറ്റ അന്ന് തന്നെ തീർത്തോള്, മാലയുടെ അത് പൊട്ടിച്ച്. പിന്നെ ഇതാ ഹിമാലയേൻ്റെ പൗഡർ മേടിച്ചിട്ടാണ്. പൗഡറും ലോഷനും ക്രീമൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ പിന്നെ ലോഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സോപ്പ് ഫ്രീ ഉണ്ടായിരുന്നു. ലോഷൻ മേല് തയ്ക്കാനും ക്രീം ഫേസിലേക്ക് അങ്ങനെയായിട്ടാണ് കേട്ടോ മേടിച്ചത്. നഴ്സറി പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കണുള്ളൂ, അല്ലാണ്ടൊന്നും യൂസ് ചെയ്ത് കൊടുക്കണില്ല. ഞാൻ അധികം ക്രീമും ഇതൊന്നും ഞാൻ അവളെ തേപ്പിക്കാറില്ല. ഗൈസ്, ഈ ബാഗ് എങ്ങനെയുണ്ട്? കിടിലനല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒരുപാട് നാളായി വിചാരിക്കണേ ഇതുപോലത്തെ ഒരു ബാഗ് എനിക്ക് മേടിക്കണമെന്ന്. എപ്പോഴും പുറത്ത് പോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പാർട്ടിക്കോ കല്യാണത്തിന് അങ്ങനെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടിലൻ ബാഗാണ് കേട്ടോ. 3 ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പ്യുവർ വൈറ്റ് ഈ കളറ്, പിന്നെ ഒന്ന് റോസ് ഗോൾഡ് കളറ്, പിന്നെ ഒന്ന് ക്രീം കളർ. എനിക്കിഷ്ടമായത് വൈറ്റാണ് കേട്ടോ. റോസ് കളർ എപ്പോഴും ഞാൻ മേടിക്കുന്ന കളറാണ്, അപ്പോൾ ഞാനത് മേടിച്ചില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ.